ജാസ്മിനും റസ്മിനും തമ്മിൽ കിച്ചണിൽ വെച്ച് ഒരു ഗംഭീര അടി നടന്നതിന് ശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം അവരങ്ങനെ സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് ശ്വേതയുടെ അടുത്ത് അവിടെ എന്താണ് നടന്നതെന്ന് അവിടെ ജാസ്മിൻ പറയുന്ന സമയത്ത് നോറ അവിടെ സംസാരിക്കുന്നുണ്ട്. നോറ സംസാരിച്ചപ്പോൾ ജാസ്മിൻ അങ്ങ് കലിയിളകി. നീ കാരണമാണ് റസ്മിൻ എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയത് എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. നീ കയറ്റി കൊടുത്ത വിഷം, റസ്മിന്റെ മനസ്സിലേക്ക് നീ എന്നെ കുറിച്ച് കയറ്റി കൊടുത്ത വിഷമാണ് ഇപ്പോൾ അവിടെ റസ്മിൻ കാണിച്ചത് എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോഴേക്കും അവിടെ നോറ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് എല്ലാത്തിലേക്കും എൻ്റെ പേര് വലിച്ചഴിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് നോറ അവിടെ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി. ജാസ്മിന് വിട്ടുകൊടുത്തില്ല. പിന്നീട് നമ്മൾ അങ്ങോട്ട് കണ്ടത് ജാസ്മിനും നോറയും തമ്മിലുള്ള യുദ്ധമായിരുന്നു അവിടെ കണ്ടത്. പിന്നീട് കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിനെ വിളിച്ചു പോവുകയായിരുന്നു ബിഗ് ബോസ്. ജാസ്മിനും റസ്മിനും കൺഫെഷൻ റൂമിലേക്ക് വരിക എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിനു ശേഷം പിന്നീട് നോറ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് കരയുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നോറ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. എന്തിനാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, റസ്മിന്റെ മനസ്സിലേക്ക് ഇതെല്ലാം കയറ്റി കൊടുത്തത് ഞാനല്ല വേറൊരാളാണ്, അതാരാണെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നാണ് നോറ അവിടെ പറയുന്നത്. നിനക്ക് തോന്നുന്നത് നീ ചെയ്തോളൂ എന്നാണ് ഞാൻ അവിടെ റസ്മിനെ കൊടുത്ത ഉപദേശം എന്ന് പറയുന്നുണ്ട് നോറ. പക്ഷെ കഴിഞ്ഞ ദിവസം നോറ അങ്ങനെ ആയിരുന്നില്ല റസ്മിന്റെ അടുത്ത് പറഞ്ഞത്. അവളുടെ കൂടെ നീ നിൽക്കുന്നു, അവളെ നീ സപ്പോർട്ട് ചെയ്യുന്നു, നീ അതിനെ അനുഭവിക്കും എന്നൊക്കെയാണ് നോറ അവിടെ റസ്മിന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നോറ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റാത്തൊരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. എന്തായാലും ഇപ്പൊ നോറയും റസ്മിനും ജാസ്മിനും ഇപ്പൊ ഒരു ട്രയോ കോംബോയില് വലിയൊരു പ്രശ്നമാണ് ബിഗ് ബോസ് വീട്ടിൽ ഉടലെടുത്തിരിക്കുന്നത്.